ഹായ് ഫ്രണ്ട്സ്, ട്രാൻസ്ഫോർമറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിവേക്, പിന്നെ നമ്മുടെ മച്ചാൻ ജോമോൻ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാമല്ലോ, ലോക്ക്ഡൗൺ ആണ്. നമ്മുടെ കയ്യിലുള്ള വെടിക്കുറ്റികളൊക്കെ തീർന്നു. ഇനിയിപ്പോൾ പുതിയത് ഇറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് പോകാനും പറ്റില്ല. എന്തെങ്കിലും പണിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ മേടിക്കാനായിട്ട് കടകളൊന്നും തുറന്നിട്ടുമില്ല. ഇപ്പം ഞങ്ങൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് സത്യം പറഞ്ഞു. ചില കതിനകളൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് മിനുക്കി വീഡിയോ ഒക്കെ ഞങ്ങളങ്ങോട്ട് ഇറക്കിയാലോ എന്ന് ഞങ്ങൾക്ക് ഒരു ആലോചന. ആ ഒരു സീരീസ് നമ്മൾ ഇന്ന് തൊട്ട് തുടങ്ങുമായിരിക്കും. ഇന്ന് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് ലതീഷ് എന്ന് പറഞ്ഞൊരു മച്ചാനാണ്. അങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ആ പുള്ളിയുടെ വീഡിയോ എടുക്കാൻ കാരണം എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോയേക്കാം. അപ്പോൾ പോകാം ഗൈസ്. വിദേശ നാണയങ്ങളാണ് ഫുൾ. നമുക്ക് ഓരോ രാജ്യം എടുത്ത് നോക്കിയാൽ അമേരിക്കൻ്റെ നാണയങ്ങളുടെയാണത്. കാരണം വലിപ്പം കണ്ടാൽ തന്നെ അറിയാം ഇത്രയും വലിയ നാണയങ്ങൾ നമുക്ക് അടിക്കാൻ പറ്റില്ല. ഇതെങ്ങനെ കളക്ട് ചെയ്ത് വെച്ചാൽ ഒരുപാട് ഫ്രണ്ട്സുകൾ വരുമ്പോൾ നമ്മളോട് ചോദിക്കും, വേണം ഞാനിങ്ങനെ കളക്ട് ചെയ്യണം. പണ്ടോട്ട് എനിക്കിങ്ങനെ കളക്ഷൻസ് ഒരുപാട്. എത്രാമത്തെ വയസ്സ് കൊണ്ട് പഠിക്കും? നമ്മുടെ തീപ്പട്ടിപ്പടം കളിക്കുന്ന പ്രായം എന്ന് പറയുന്നത് വളരെ ഒരു 4ാം ക്ലാസ് ചെറുപ്പത്തിൽ ഇങ്ങനെ തോന്നണേ. സ്വന്തമായിട്ട് നമുക്കിപ്പോൾ തോന്നുമല്ലോ, ഇത് കൊള്ളാമല്ലോ, ഇത് ഒരു കുറെ കൂട്ടി വെച്ചാലോ, അങ്ങനെയൊക്കെ അങ്ങനെ തോന്നി. ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് ഈ പരിപാടി? കല്യാണം കൊച്ചായിട്ടാ. എത്ര വയസ്സുണ്ട്? അധികം 33 വയസ്സുണ്ട്. അപ്പൊ ഈ കളക്ഷൻസ് ഏകദേശം തുടങ്ങണത് ഞാൻ ജോലിക്ക് ഇറങ്ങിയപ്പോ തന്നെ ഏകദേശം ഒരു 10-20 വയസ്സ് മുതൽ ഞാൻ തുടങ്ങിയാക്കണം. അപ്പൊ ഒരു 10-13 കൊല്ലമായിട്ട് ഞാൻ ഈ കോയിൻ കളക്ഷൻസും പൈസയുടെ കളക്ഷൻസും ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളിപ്പോൾ നോട്ട് കണ്ടല്ലോ, കുറേയൊക്കെ വെള്ളപ്പൊക്കത്തിൽ പോയി. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നൈജീരിയയിൽ അതേപോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് അല്ലേ? അതും എങ്ങനെ ഒപ്പിച്ചെടുത്തതൊക്കെ? അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടാവായിരിക്കും. അപ്പൊ അവരെ അങ്ങനെ കളക്ട് ചെയ്ത് അവന്റെ അടുത്ത് കൊടുത്തു. അവരുടെ ഫ്രണ്ട്സും കൂട്ടുകാരുടെ ഫ്രണ്ട്സും ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സും ഇങ്ങനെ എല്ലാവരിൽ നിന്ന് കിട്ടാവുന്നത് മാക്സിമം ആയിട്ട് കളക്ട് ചെയ്തല്ലേ? പ്രവാസികളായിട്ട് നല്ല പിടിപാടുള്ള ആളാണ്. അപ്പൊ എന്നോട് അതിനുള്ള സ്നേഹമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവര് എനിക്ക് വേണ്ടി കൊണ്ടു തന്നത്. അതെങ്ങനെയാണ് അത് കളക്ട് ചെയ്യുന്നൊരു ട്രിക്ക് എന്ന് പറഞ്ഞായിരുന്നു, അതൊന്ന് റിവീൽ ചെയ്യാമോ? ഇപ്പൊ എന്ന് പറയുമ്പോ ഇപ്പൊ വിദേശത്ത് നിന്ന് ആരെങ്കിലും കൂട്ടുകാരന്മാര് വരുന്നു, അങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് ആരെങ്കിലും വരുമ്പോ പോയി മേടിക്കുമെന്നല്ലാതെ അത് ഓർത്തിരിക്കാറില്ല കൂടുതലും. നോട്ടോത്രോട് മേടിക്കാറ് വേറെ എന്തെങ്കിലും വേറെന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ ചെല്ലുമ്പോ എന്തായാലും ഗൾഫിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വന്നല്ലേ, അപ്പൊ അവരെന്തായാലും കൊണ്ടുവന്നിട്ടുണ്ടാവൂല. മനസ്സിലായില്ല. അതിൽ കൂടുതൽ എന്താ പറഞ്ഞ് മനസ്സിലാക്കണേ. അവിടെ ഇപ്പൊ നമ്മളവരെ കാണാൻ പോണു. അപ്പൊ ഞാൻ ചെല്ലുന്നു, എടാ നോട്ട് വല്ലതും കൊണ്ടുവരുന്നുണ്ടോ? നമ്മളത് ചെല്ലുമ്പോ തന്നെ അവർക്കൊരു ഇവരന്വേഷിച്ച് വന്നല്ല, എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ അങ്ങോട്ടൊക്കെ ചോദിച്ചു. അവൻ്റെ വീട്ടിലൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ് പോരാ നേരത്തെ നമ്മളെന്തായാലും ചോദിക്കും, അവിടെ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടാ? എൻ്റെ ചോദ്യത്തിന് അവൻ ചിലപ്പോ ഉണ്ട് എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് ആഴ്ച പോരാത്രേ ഉള്ളൂ. നിങ്ങളിപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ബർമ്മ ഇതൊരിക്കലും ഇനി കാണാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ബർമ്മയുടെ പേര് മ്യാൻമാറിനാണ്. ആ നോട്ട് ഞാൻ രണ്ടാമത് ഒന്നുകൂടി ചെയ്യണം. മ്യാൻമാറിലെ നോട്ടാണ് ഇപ്പോഴത്തെ നോട്ട്. ഇത് മ്യാൻമാറിലാണ്, ഇത് ബർമ്മ. ഇപ്പം പേര് മാറ്റിയെന്നേ ഉള്ളൂ. നമ്മുടെ ഫിലിപ്പീൻസ് കേട്ടോ. ഇത് എവിടത്തേണെന്നേ? അത് ഹിന്ദി ആണല്ലോ. തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? ഇന്ത്യയിലെ ബംഗ്ലാദേശ് ആയിരിക്കും. സൗദി അറേബ്യയുടെ, അമേരിക്ക, ശ്രീലങ്ക, കെനിയ, ഖത്തർ, താജ്മഹലൊക്കെ പൊല്ലിപ്പുണ്ടല്ലോ. ഇതൊരു കൊട്ടാരോ. ഒമാൻ, നേപ്പാള്, പാകിസ്ഥാൻ. ഇത് മൊത്തം ഇന്ത്യയിലെ ഉള്ളത് അല്ലല്ല, ഇത് മൊത്തം വിദേശ രാജ്യങ്ങൾ. എന്റെ ഇന്ത്യയിലുണ്ടാ? സൗദി അന്നത്തെ സൗദി ഷെയ്ഖാണ്. UAE. എനിക്ക് വലിയ പരിചയമില്ല, എങ്കിലും ഇവിടുത്തെ നമുക്ക് അറിയില്ല. മലേഷ്യ, സിംഗപ്പൂർ ഡോളർ, $2 സിംഗപ്പൂർ ഡോളർ. ഇതും സെയിം തന്നെ, മലേഷ്യ. ഇതൊക്കെ ഇപ്പൊ തന്നെ നോട്ടാണെന്നുള്ളത്, നല്ല പുത്തൻ നോട്ട്. ടൂറാണ് പ്രത്യേക നോട്ടാണ്. നൈജീരിയ. എന്തുകൊണ്ടാണ് പ്രത്യേക നോട്ട്? നോട്ടെന്ന് പറയുന്നത് എനിക്ക് കിട്ടാനും ഒത്തിരി കഷ്ടപ്പെട്ടു. മറ്റു നോട്ടുകളൊക്കെ വേഗം കിട്ടും. ഈ നൈജീരിയയിൽ നോട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ആരെങ്കിലും അവിടെ പരിചയം വേണമല്ലോ. ഇതിനൊരു പ്രത്യേകത നീളത്തിലാണ് കൊടുത്തേക്കണത്. അത് കൊള്ളട്ടെ. ഒരു കൊമ്പമീശക്കാരൻ. പക്ഷെ അത് റുവാണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തെ നോട്ടാണ്. കെനിയ. എന്തോരം രാജ്യങ്ങളാണല്ലേ.
പൂവാണ്ടേല നോട്ട് കണ്ട പിള്ളേര് പഠിക്കണേ ആ ഒരു ഇതാണ് കൊടുത്തേക്കണേ. ശ്രീലങ്ക നോട്ടൊക്കെ നേരെയാണ്. ഇത് അവരുടെ എന്തോ ഒരു ഇതിന്റെ ഇതാണെന്ന് തോന്നുന്നു അല്ലേ. പഴയ കാലത്ത് ഇതാണ്. ഫിലിപ്പീൻസ്, ഇത് ഒമാൻ. ഇത്രയും രാജ്യങ്ങളിലാണ് എൻ്റെ ഒരു കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. മ്യാൻമാറിലെയും ബർമയിലും മാത്രമേ ഉള്ളൂ നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ പറ്റാത്ത നോട്ടാണത് ബർമയിലെ നോട്ട്. കാരണം ഇനി ഒരിക്കലും അടിക്കൂലല്ലോ ബർമ എന്ന് പറഞ്ഞു. ഇനി മ്യാൻമാറിൽ പറഞ്ഞാലും അടിക്കുള്ളൂ. സിംഗപ്പൂര് ഉള്ള ഇതൊരു പ്രത്യേകത തന്നെയുണ്ട്. 2 കളർ നമ്മുടെ പുതിയ 10ന്റെ നോട്ടല്ല ഇറക്കിയ ജോർദാനിലെ പൈസയാണ്. നമ്മുടെ എലിസബത്ത് രാജ്ഞി ശ്രീലങ്കയില ഒട്ടക്കാലാണ് നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കാൻ പറ്റും. കണ്ട ഇത് ഇത്തിരി പുതിയതാണ്. അപ്പൊ ഒരുപാട് പഴയ ഒരു ഓട്ടക്കാലോടെ ഇവിടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഒരു സ്ക്വയർ ടൈപ്പ് പോയിട്ടുണ്ടെങ്കിലും ചൈനീസിന്റെ ഓട്ടക്കാണ്. ഒരുപാട് പഴക്കമുള്ള, കാരണം കണ്ടാൽ തന്നെ അറിയാം ആദ്യമേ ചൈനയുടെ ഇതൊക്കെ എഴുതിയാക്കണത്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളോട് കടന്നല്ലോ. നോട്ടാണ് നാണയമാണ് ഏറ്റവും കൂടുതൽ ശേഖരിച്ചിരുന്നത്? ശേഖരിച്ചിരുന്നതെന്ന് വെച്ചാൽ ആദ്യം നാണയങ്ങളായിരുന്നു. ആദ്യം നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഒരു നാണയങ്ങൾ വരും. പിന്നെ അവർ വരുമ്പോൾ ഞാൻ ചോദിക്കും, ഇവിടെ വല്ല നാണയങ്ങൾ കൊണ്ടുവന്നണ്ട. അപ്പോൾ ഒരു ദിവസം നാണയങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നോട്ട് തന്ന്. പിന്നെ ഈ നോട്ട് എന്താ കളക്ട് ചെയ്തതെന്ന് ഇങ്ങനെ ആലോചിച്ച് പിന്നെ നോട്ടിനോടായി. പിന്നെ എല്ലാവരും വരുമ്പോൾ നോട്ട് ഞാൻ ചോദിക്കും. പോയി ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. ഏതെങ്കിലും രാജ്യത്തെ നോട്ട് അന്വേഷിച്ചിടുന്നത് കിട്ടാതിരിക്കേ ഏതെങ്കിലും അങ്ങനെ വേണം എന്നുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടോ നോട്ട്? പിന്നെ അങ്ങനെ ഉണ്ട് ഒരുപാട്. കുറച്ച് രാജ്യങ്ങൾ പറയാം. അങ്ങനെ കുറച്ച് രാജ്യങ്ങളുണ്ട്. ബ്രസീലുണ്ട്, പിന്നെ ഫ്രാൻസ്, അർജന്റീന, ഇന്തോനേഷ്യ, അങ്ങനെ കുറച്ച് രാജ്യങ്ങളിലൊക്കെ എനിക്ക് കിട്ടാത്ത നോട്ടുകളൊക്കെ വന്നിട്ട് പോലും നിങ്ങൾ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചെന്ന് ആലോചിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയും ആശ്ചര്യം. വീട്ടിലെന്തോരം വെള്ളം കയറിയായിരുന്നു? സൺഷൈഡ് പൊക്കം വരെ, സൺഷൈഡിന്റെ പൊക്കം വരെ വെള്ളം കയറി. എല്ലാവരും വീട് പോലെ മുങ്ങിയ പോലെ എൻ്റെ വീട് മുങ്ങി. അപ്പോൾ ഇത്തിരി പഴയ നോട്ടുകളൊക്കെ നമുക്ക് ഉണക്കി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അത് നശിച്ചു പോയി. പിന്നെ നമ്മൾ അതേ നോട്ടുകളൊക്കെ തന്നെയാണ് ഉണക്കിയൊക്കെ എടുത്ത് വെച്ചാക്കണത്. പിന്നെ ഒരു 20% നോട്ടൊക്കെ നശിച്ച് പോണതൊക്കെ പോയി. ആൾക്കാരെ രക്ഷപ്പെടുത്തിയില്ലെങ്കിലും ഇത് സേഫ് ആക്കിയല്ലേ? ഞാൻ രക്ഷപ്പെട്ട് ആദ്യം പോയി. പിന്നെ വന്നു കഴിഞ്ഞപ്പോ നമ്മള് വീട്ടിലൊക്കെ ഒരുവിധമൊക്കെ അരിച്ചു പറിക്കപ്പോ ഞാൻ ആദ്യം പോയി നോക്കിയത് ഇതാണ്. കാരണം നമ്മുടെ ഒരു എന്താ പറയണേ, ഇത്രയും നാളത്തെ ഒരു സമ്പാദ്യം എന്ന് പറയുമ്പോ തന്നെ ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് ഓർമ്മകൾ അതിന്റെ ഇടയിലുണ്ട് അല്ലേ? കണ്ടുകൊണ്ടിരിക്കണ എല്ലാവരോടും ഞാൻ പറയണേ, ഇതുപോലെ നോട്ടൊക്കെ ആരെടുത്ത് സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലിങ്ക് ഉണ്ട് അടിയിൽ, അതിനകത്ത് എല്ലാവരും മെസ്സേജ് ചെയ്യണം. അപ്പം ഇങ്ങനെ ഒരാൾ ഒരു കുറവാണ് ഇങ്ങനത്തെ പഴയ നോട്ടുകൾ നാണയങ്ങളൊക്കെ ശേഖരിക്കുന്നത്. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് എല്ലാവരും ഇതെടുക്കണം. നേപ്പാളൊക്കെ ഉണ്ട്. എന്താണ് അതിൻ്റെ ഉള്ളിൽ ചെക്കണത്? 50 പൈസ. ലതീഷ് ബ്രോന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇത് പുള്ളിയുടെ പാർട്ട് 1 ആണ്. ഇനി പാർട്ട് 2ഉം 3ഉം ഒക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. കാരണം പുള്ളിയുടെ കയ്യിൽ വേറെ കുറേ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ഇതിനെപ്പറ്റി ഇനി ഈ സീരീസിലുള്ള വീഡിയോ കൂടുതൽ ചെയ്യണോ വേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.